ബി.ജെ.പി. ബീഹാർ പിടിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് ആർ.ജെ.ഡിയും ജെ.ഡിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായി മുതലാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിരിക്കുന്നു. അത് കൃത്യസമയത്ത് ഇടപെടലാണ്. ആ ഇടപെടൽ ഫലം ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന കൊടുത്തത്. അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 28-ന് മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് കേൾക്കുന്നു. സുശീൽ മോഡി ഉപമുഖ്യമന്ത്രിയാകും. 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഇന്നലെയൊക്കെ കേട്ടിരുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകില്ല, അത് ബി.ജെ.പിക്ക് കൊടുക്കും, പകരം എൻ.ഡി.എ കൺവീനർ സ്ഥാനം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, മുഖ്യമന്ത്രി സ്ഥാനം തന്നെ കൊടുക്കുന്നു എന്നുള്ളത് ഭാവിയിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ എവിടെ നിന്നാൽ തനിക്ക് ഗുണം ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഭാവിയില്ല. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെ ഇന്ത്യ മുന്നണിയിൽ ഇനി ഭാവിയില്ല എന്ന് മനസ്സിലാക്കുകയും അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇതാണ് ഏറ്റവും നല്ല മാർഗ്ഗമെന്ന് തീരുമാനിക്കുകയാണെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ബീഹാറിലെ തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഏത് രൂപത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്? കോൺഗ്രസ് ദേശീയ നേതൃത്വം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കോൺഗ്രസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് തന്നെ ബീഹാറിലെ 10 കോൺഗ്രസ് എം.എൽ.എമാർ ബി.ജെ.പിയുമായി ചർച്ച നടത്തുന്നു എന്നുള്ള വാർത്തകളും വരികയാണ്. തലങ്ങും വിലങ്ങും യോഗങ്ങൾ നടക്കുന്നുണ്ട്. ലാലു പ്രസാദ് യാദവ് അതിനിടയ്ക്ക് ജിതിൻലാൽ മാഞ്ചിയുടെ മകനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്നൊക്കെ, പക്ഷേ സന്തോഷ് മാഞ്ചി പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ എൻ.ഡി.എക്ക് അകത്തുള്ളവർക്ക് ഉറപ്പിച്ച് നിൽക്കാനുള്ള ഉറച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം ലഭിക്കുന്നു. അപ്പുറത്ത് ചാഞ്ചാടി നിൽക്കുന്നതാണ്. അപ്പോൾ ആ ചാഞ്ചാടി നിൽക്കൽ ഈ മുന്നണിയുടെ കെട്ടുറപ്പിൽ തന്നെ ഏത് രൂപത്തിൽ ബാധിക്കുമെന്നുള്ള സംശയമാണ്. ഇപ്പോൾ മമതയുടെ വിഷയം പരിഹരിച്ചിരിക്കുന്നു, ആപ്പിൻ്റെ വിഷയം പരിഹരിച്ചിരിക്കുന്നു എന്നൊക്കെ വാർത്തകൾക്കിടയിൽ അത് ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ രൂപത്തിൽ പിടിക്കാവുന്നവരെ പിടിക്കുക, അല്ലാത്തവരെ കൊടുക്കുക, ഇതാണ് അപ്പുറത്തെ തന്ത്രം. ആ തന്ത്രം ഫലിക്കുന്നതിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ അഖിലേഷ് യാദവിൻ്റെ പ്രതികരണം. അഖിലേഷ് യാദവ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതേസമയം കോൺഗ്രസിൻ്റെ ചില നിലപാടുകളിൽ സംശയവും പ്രതികരണവും ഒക്കെ നടത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിൽ തന്നെ നിതീഷ് കുമാർ നിൽക്കുകയാണെങ്കിൽ ഭാവിയിൽ പ്രധാനമന്ത്രിയാകാൻ സാധ്യത വരെയുള്ള ആളായിരുന്നു നിതീഷ് കുമാർ. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. അപ്പോഴും കോൺഗ്രസിൻ്റെ ഇടപെടൽ എങ്ങനെ, കോൺഗ്രസുമായി ചേർന്ന് പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് വേണ്ട രൂപത്തിൽ ഇടപെട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഒരുമിച്ചുള്ള പ്രചാരണം അത് കാലം തെളിയിക്കുമെന്നാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് കാലം നിൽക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള അഖിലേഷ് യാദവ് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നു, അതേസമയം കോൺഗ്രസിനെ അവിശ്വസിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നോക്കൂ, കോൺഗ്രസ് ഇപ്പോൾ അവരുടെ പരമാവധി സീറ്റുകൾ വിട്ടുവീഴ്ചയിലേക്ക് വന്നിട്ട് പോലും ഈ മുന്നണി ആ രൂപത്തിൽ നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളത് നിലപാടില്ലാത്തവരെ കൂടെ കൂട്ടുമ്പോഴുള്ള പ്രശ്നമാണ് വരുന്നത്. ഇപ്പോൾ നിലപാടുള്ളവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. അത് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമാണെന്ന് മനസ്സിലാക്കണം. ഏതായാലും ബീഹാറിൽ എന്തായാലും ബി.ജെ.പി. ജെ.ഡി.യു സർക്കാർ വരാൻ പോകുന്നു. 28 സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ 9ാമത്തെ തവണയാണ് അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തുടർച്ചയുണ്ടാകുന്ന കാര്യമെന്ന് ഉറപ്പാണ്. Meet the editors.